അപ്പൊ നമ്മളിന്ന് അമാന ഫർണിച്ചർ ഫാക്ടറിയിലാണുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു ഡോറിന് സ്മാർട്ട് ലോക്ക് വെക്കാനാണ് വന്നത്. ഇവിടെ ലോക്ക് വെക്കേണ്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തില് 10-15 സ്റ്റാഫുകൾ. ഈ സ്റ്റാഫില് 3 സ്റ്റാഫിന് മാത്രമാണ് ഈ ഓഫീസിനകത്ത് കയറാൻ പെർമിഷൻ ഉള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആ 3 സ്റ്റാഫിന് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് കയറാൻ ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് കയറാൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു സ്മാർട്ട് ലോക്ക് വെക്കാൻ പ്രധാന കാരണം. അപ്പൊ ഈ ലോക്കിനുള്ള പ്രത്യേകത എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് അൺലോക്ക് ചെയ്യാം. അത് കൂടാതെ നമ്പർ വെച്ചിട്ട് അതായത് പാസ്വേഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അൺലോക്ക് ചെയ്യാം. അതിന്റെ കൂടെ കാർഡ് NFC കാർഡ് IC കാർഡ് എന്നുള്ള കാർഡ് വരുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അൺലോക്ക് ചെയ്യാം. ടോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സാധാരണ കീ ഒരു മാനുവൽ കീ വരുന്നുണ്ട്. അത് വെച്ചിട്ടും നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിംഗർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഡോറ് തിരിച്ച് ലോക്ക് ചെയ്യണം. അത് ഓഫീസിൽ നിന്ന് പുറത്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതിനകത്ത് ലോക്കാവും. ഇനി ഇത് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാലും തുറക്കാൻ കഴിയില്ല. അപ്പോൾ തിരിച്ച് അകത്ത് കയറണം എന്നുണ്ടെങ്കിൽ ഈ പെർമിഷൻ ഉള്ള ആൾ വന്നെങ്കിൽ ആള് ഫിംഗർ വെച്ചെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമ്പർ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. നമുക്ക് ഈ ലോക്ക് വെക്കാനായിട്ട് പ്രത്യേകിച്ച് വയറിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. 4 ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ 1 വർഷത്തിൽ കൂടുതലായിട്ട് ഇത് വർക്ക് ചെയ്യും. പിന്നീട് ബാറ്ററിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ നമുക്ക് ഇതിന് താഴെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ കീ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം.